യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റ് നഗരത്തിൽ സുഡാൻ സ്വദേശി നടത്തിയ കത്തിക്കുത്തിനെ തുടർന്ന് വൻതോതിലുള്ള കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭവും അക്രമവും പൊട്ടിപ്പുറപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രിയോടെ മുഖംമൂടി ധരിച്ച നൂറുകണക്കിന് പ്രതിഷേധക്കാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമം അഴിച്ചുവിടുകയും പൊതുഗതാഗത ബസ്സിനും നിരവധി കാറുകൾക്കും തീയിടുകയും ചെയ്തു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ധീരമായി ഇടപെട്ട് അക്രമിയെ തടഞ്ഞതുകൊണ്ടാണ് ഇരയുടെ ജീവൻ രക്ഷിക്കാനായതെന്ന് പോലീസ് അറിയിച്ചു. ബെൽഫാസ്റ്റ് നഗരമധ്യത്തിന് സമീപമുള്ള ഒരു കെട്ടിടത്തിന് നേരെ ആക്രമികൾ പെട്രോൾ ബോംബെറിഞ്ഞു. സമീപത്തെ നഗരമായ ആൻട്രിമിലേക്കും പ്രതിഷേധം പടർന്നിട്ടുണ്ട്. വംശീയ അതിക്രമങ്ങളെയും വീടുകൾക്ക് തീയിടുന്നതിനെയും വടക്കൻ അയർലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ മിഷേൽ ഓ'നീൽ ശക്തമായി അപലപിച്ചു. ഭീരുത്വപരമായ ഇത്തരം അക്രമങ്ങൾക്ക് യാതൊരു ന്യായീകരണവുമില്ലെന്ന് അവർ വ്യക്തമാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വടക്കൻ ബെൽഫാസ്റ്റിൽ വെച്ചാണ് 40 വയസ്സുകാരനായ പ്രാദേശിക സ്വദേശിക്ക് നേരെ കിച്ചൺ നൈഫ് ഉപയോഗിച്ച് ക്രൂരമായ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഇയാളുടെ കണ്ണുകൾക്കും മുഖത്തിനും പുറത്തിനും ഗുരുതരമായി പരിക്കേറ്റു. പ്രതി ഇയാളെ നിലത്തു കീഴടക്കി തലയറുക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ജനരോക്ഷം ഇരമ്പിയത്. ആക്രമണം നടത്തിയ 30 വയസ്സുകാരനായ സുഡാൻ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു. പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. 2023 സെപ്റ്റംബറിലാണ് ഇയാൾക്ക് UK-യിൽ 5 വർഷത്തെ വിസ ലഭിച്ചതെന്നും സുഡാനിൽ നിന്ന് പാരീസ്, ഡബ്ലിൻ വഴി ഇയാൾ ബെൽഫാസ്റ്റിൽ എത്തിയതാണെന്നും ചീഫ് കോൺസ്റ്റബിൾ ജോൺ ബൗച്ചർ സ്ഥിരീകരിച്ചു. ഈ ആക്രമണം തീവ്രവാദവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് പോലീസ് വ്യക്തമാക്കിയെങ്കിലും UK-യിൽ സമീപകാലത്തുണ്ടായ മറ്റു ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുടിയേറ്റ വിരുദ്ധ വികാരം രാജ്യത്ത് കനക്കുകയാണ്. ബെൽഫാസ്റ്റിലെ പല ഭാഗങ്ങളിലും കുടിയേറ്റക്കാരുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായി. ഒരു ആഫ്രിക്കൻ സ്വദേശിയുടെ കട ആക്രമികൾ തീയിട്ടു നശിപ്പിച്ചു. നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് സുഡാനി വ്യാപാരികൾ കടകൾ അടയ്ക്കുകയും മുസ്ലിം പള്ളികളിൽ പ്രാർത്ഥനകൾ താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ബെൽഫാസ്റ്റിലെ ആക്രമണ സംഭവങ്ങൾ അങ്ങേയറ്റം ഭീതിജനകമാണെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രതികരിച്ചു. തെരുവുകളിലെ ഇത്തരം അക്രമങ്ങളോട് യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ജനങ്ങൾ ശാന്തരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ അനിയന്ത്രിതമായ കുടിയേറ്റം തടയാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്.